ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അതായത് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പൈത്തൺ ഫ്രം സീറോ ടു ഹീറോ എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഇനിഷ്യലി ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ ലാംഗ്വേജസിലോട്ട് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ മോർ ഫ്രെയിം വർക്ക്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിഷ്യലി നമുക്ക് ഒന്നും അറിയാത്ത ഒരാൾക്ക് മലയാളത്തിൽ അടിപൊളിയായിട്ട് എങ്ങനെ പൈത്തൺ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പൈത്തൺ എന്നൊരു ലാംഗ്വേജിലോട്ട് കയറുന്നില്ല. ജസ്റ്റ് എങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ചിന്തിക്കണം, അതേപോലെ എങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യണം, പ്രോഗ്രാമിംഗ് എന്താണ്, വാട്ട് ഈസ് പ്രോഗ്രാമിംഗ് അബൌട്ട്, ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ള സംഭവം. അപ്പോൾ നമുക്ക് ഒട്ടും ഏൽപ്പിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ സ്ക്രീനിലൂടെ കാണാം. ഞാനിവിടെ VS Code ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്നത്തെ ദിവസം പ്രോഗ്രാമിങ്ങിലോട്ട് പോകാതെ ജസ്റ്റ് അൽഗോരിതമായിട്ട് പോകാം. അതായത് അൽഗോരിതം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ അത് സോൾവ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 നമ്പറിൻ്റെ സം കണ്ടുപിടിക്കും. അതായത് 520 and 330. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടുകൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതിനുള്ള പ്രൊസീജിയർ എന്താ? ആദ്യം 520 330 അല്ലേ എന്നാണ്. അപ്പോൾ 330 500 + 300 800 30 + 20 is 50. സോ രണ്ടുകൂടെ ആഡ് ചെയ്യുന്നു 850. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ കമ്പ്യൂട്ടറിനെ കൊണ്ടിരിക്കും. അതല്ല, ഇപ്പോൾ ഒരു ആവറേജ് കണ്ടുപിടിക്കും, കുറച്ച് നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ അതെങ്ങനെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ബേസിക്കലി പ്രോഗ്രാമിംഗ്. ഇനിഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ 2 നമ്പറിൻ്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ജസ്റ്റ് എന്താ പറയുക, സം ഓഫ് 2 numbers.txt. നമ്മൾ അൽഗോരിതംസ് എല്ലാം ഒരു ടെക്സ്റ്റ് ഫയൽ ആക്കിയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് മാർക്ക്ഡൗൺ ആക്കിയിട്ടോ ലൈക്ക് എന്ത് ഫയൽ വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സിംപ്ലിസിറ്റിക്ക് ടെക്സ്റ്റ് ഫയൽ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഒരു അൽഗോരിതത്തിൻ്റെ സ്റ്റാർട്ടായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 നമ്പറിൻ്റെ സം കണ്ടുപിടിക്കണം. 2 നമ്പറിൻ്റെ സം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം 2 നമ്പർ വേണം. അപ്പോൾ എന്താ? ഇൻപുട്ട് 2 numbers. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2 നമ്പർ ഇൻപുട്ട് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2 നമ്പർ ഇൻപുട്ട് എടുത്തു, എന്നിട്ട് ഇത് ആഡ് ചെയ്യണം. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സം ഈസ് ഈക്വൽ ടു A + B. ഓക്കെ, സോ ഇനി നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ 2 numbers to A and B എന്ന് പറയാം. ഓക്കെ, സം കണ്ടുപിടിച്ചു, ഇനി അത് ഡിസ്പ്ലേ ചെയ്യണം. എന്നിട്ട് എന്താ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഡിസ്പ്ലേ സം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ചെയ്താൽ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ 2 നമ്പറിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഒരു അൽഗോരിതം. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ പറയാം 2 നമ്പറിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ? സെയിം സാധനം. ഇപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് എഴുതാം. അതായത് ഡിഫറൻസ് ഓഫ് 2 numbers.txt. ഓക്കെ, ഇപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് എഴുതാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇൻപുട്ട് 2 numbers to A and B. തേർഡ് സ്റ്റെപ്പ് എന്താ? അസൈൻ. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു A - B. ഫോർത്ത് സ്റ്റെപ്പ് എന്താ? ഡിസ്പ്ലേ ഡിഫറൻസ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇനി അടുത്തത് 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ അൽഗോരിതം എന്തായിരിക്കും? അത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ഇപ്പോൾ സമ്മിൻ്റെ നമ്മൾ ചെയ്തു, ഡിഫറൻസിൻ്റെ നമ്മൾ ചെയ്തു. ഇനി അത് കണ്ടുപിടിക്കാനായിട്ടുള്ള സംഭവം നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. പ്രൊഡക്റ്റ്, കോഷ്യൻ്റ്, റിമൈൻഡർ, ഇത് 3 നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സംഭവം ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 2 നമ്പർ തന്നെ എങ്ങനെ സം കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ യൂസർ ഒരു 10 നമ്പർ തരിക, എങ്ങനെ സം കണ്ടുപിടിക്കും? അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സംഭവം എടുക്കുക, സേവ് ചെയ്യുക, സം ഓഫ് n numbers.txt. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്റ്റാർട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇനി നമുക്ക് എത്ര നമ്പർ ഉണ്ട് കൂട്ടാൻ എന്നുള്ള സംഭവം എടുക്കണം. ഓക്കെ, അതായത് ഇൻപുട്ട് നമ്പർ ഓഫ് നമ്പേഴ്സ് ടു n. ഓക്കെ, അതായത് എത്ര നമ്പർ ഉണ്ട് എന്നുള്ളത് എന്നിലോട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്താ? ഫോർ എക്സാമ്പിൾ നമുക്ക് 5 നമ്പർ ഉണ്ട് സം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ യൂസർ ചിലപ്പോൾ 5 ആയിരിക്കും ഇടുന്നത്, 10 ആയിരിക്കും ഇടുന്നത്, നമുക്ക് അറിയത്തില്ല എത്രയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കിട്ടുന്ന നമ്പർ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വയ്ക്കണം, അല്ലെങ്കിൽ ആഡ് ചെയ്യണം. പിന്നെ രണ്ടാമത് കിട്ടുന്ന നമ്പറും എവിടെയെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് എവിടോട്ട് ആഡ് ചെയ്ത്? ഓക്കെ, നമുക്ക് സം കണ്ടുപിടിക്കേണ്ട സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ട്രിക്കാണ്. അതായത് ഇനിഷ്യലൈസ് സം ഇസ് ഈക്വൽ ടു 0.
ഓക്കെ, സം ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്തതിൻ്റെ ലോജിക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബാക്കി എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇത് വേറൊരു സംഭവം. അതായത് 5 നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞു. 5 നമ്പർ എത്രാമത്തെ നമ്പർ അല്ലെങ്കിൽ എത്ര നമ്പർ ആയെന്ന് നമുക്ക് കൗണ്ട് ചെയ്യണ്ടേ? കൗണ്ട് ചെയ്താലല്ലേ നമുക്ക് ഓക്കെ 5 നമ്പറായി നിർത്താം, അല്ലെങ്കിൽ 3 നമ്പറേ ആയുള്ളൂ, നമുക്ക് 4ാമത്തെ വാങ്ങിക്കണം എന്നുള്ള സംഭവം ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൗണ്ടറും കൂടി ഇനിഷ്യലൈസ് ചെയ്യും. അപ്പോൾ കൗണ്ട് ഈസ് ഈക്വൽ ടു 1 എന്നോ 0 എന്നോ അത് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ആയിട്ടും 1 വെക്കണോ 0 വെക്കണോ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഇൻപുട്ട് വാങ്ങിക്കാം. അത് ഇൻപുട്ട് നമ്പർ കൗണ്ട് ടു i. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്യുക, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് കൗണ്ട്, അതായത് നമ്പർ കൗണ്ട് 1 ആകുമ്പോൾ ഫസ്റ്റ് നമ്പർ ഐയിലോട്ട് എടുക്കണം, കൗണ്ട് 2 ആകുമ്പോൾ സെക്കൻഡ് നമ്പർ ഐയിലോട്ട് എടുക്കണം. അതായത് യൂസറിനോട് പറയാം ഓരോ നമ്പറായിട്ട് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ള സംഭവം. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആഡ് i ടു സം. ഓക്കെ, അതായത് ഐയിലുള്ള വാല്യൂ സമ്മിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മളെന്താ പറഞ്ഞത്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതല്ലേ. അതായത് നേരത്തെ ഒരു സം ഇനിഷ്യലൈസ് ചെയ്തു, കൗണ്ടർ ഇനിഷ്യലൈസ് ചെയ്തു, എന്നിട്ടൊരു നമ്പർ ഇൻപുട്ട് എടുത്തു, എന്നിട്ട് അത് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് വെറുതെ അങ്ങ് എച്ച് ടൈപ്പ് പോകാൻ പറ്റത്തില്ലല്ലോ. ഇത് എത്ര എണ്ണം എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ എങ്ങോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അതിനായിട്ട് ഒന്നുമില്ല, ഇഫ് കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഓക്കെ, അതായത് കൗണ്ട് എന്ന് പറയുന്ന സാധനം ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അതായത് എത്രാമത്തെ നമ്പർ, നമ്മൾ കൗണ്ട് എന്തിനാ യൂസ് ചെയ്യണേ, എത്രാമത്തെ നമ്പർ ഇൻപുട്ട് എടുക്കുന്നതിന് യൂസ് നോക്കാനല്ലേ. അപ്പോൾ ഇഫ് കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഗോ ടു സ്റ്റെപ്പ് 4. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ വരും, അതായത് നമ്മൾ n ഇൻപുട്ട് എടുക്കും, എന്നിട്ട് സമ്മും കൗണ്ടും ഇനിഷ്യലൈസ് ചെയ്യും, എന്നിട്ട് ഇവിടെ വരും ഒരു നമ്പർ ഐയിലോട്ട് ഇൻപുട്ട് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ നോക്കും ആഡ് i ടു സം. ഓക്കെ, i എന്ന് പറയുന്ന സംഭവം ഇവിടുത്തെ സമ്മിലോട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇഫ് കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, സോ ഓക്കെ, സോ സേ കൗണ്ട് ഇസ് നമ്മൾ ഫസ്റ്റ് നമ്പർ ഇൻപുട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ്. ഓക്കെ, അതായത് നമ്മൾ സേ അത് 5 ആയിട്ടാണ് കൊടുത്തതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും, 1 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5. ഈ കണ്ടീഷൻ ട്രൂ ആണോ? അതായത് 1 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ഗോ ടു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, പിന്നെയും വരും, പിന്നെയും വന്നിട്ട് കൗണ്ട് നമ്പർ ഇൻപുട്ട് എടുക്കും. ഇൻപുട്ട് എടുക്കുമ്പോൾ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, നമ്മുടെ കൗണ്ട് എപ്പോഴും 1 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം, കൗണ്ട് കൂട്ടണം. എവിടെ കൂട്ടണം, നമ്മളിവിടെ ഇഫ് കൊടുത്തു, അതായത് ഇവിടെ വന്നിട്ട് കൗണ്ട് ചെക്ക് ചെയ്തിട്ട് കൗണ്ട് മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ നേരെ പോകും. അപ്പോൾ ഇതിൻ്റെ താഴെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ കൊടുക്കണം. അതായത് 6th സ്റ്റെപ്പായിട്ട് ആഡ് 1 ടു കൗണ്ട്. ഓക്കെ, എന്നിട്ട് ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, 7th സ്റ്റെപ്പ് ആക്കണം. ഓക്കെ, ഇനി ആ ഫ്ലോ ഒന്ന് നോക്കിയേ. അതായത് ആദ്യം വന്നു, എത്ര നമ്പർ ഉണ്ടെന്ന് എടുത്തു, എന്നിട്ട് ഇനിഷ്യലൈസ് സമ്മും കൗണ്ടും ഇനിഷ്യലൈസ് ചെയ്തു കറസ്പോണ്ടിങ് വാല്യൂസ് ആയിട്ട്, എന്നിട്ട് ഇൻപുട്ട് നമ്പർ ഐയിലോട്ട് ഇൻപുട്ട് എടുത്തിട്ട് ഐ എന്ത് ചെയ്തു, സമ്മിലോട്ട് ആഡ് ചെയ്തു. അതായത് നമ്മൾ ഇവിടെ ഇൻപുട്ട് എടുത്ത് നമ്പർ സമ്മിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇനി ആഡ് 1 ടു കൗണ്ട്. ഓക്കെ, അതായത് കൗണ്ട് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കൂടെ, അതായത് നമ്മളിവിടെ ആദ്യമേ ഒരു 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു, അതിൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അതായത് ആദ്യത്തെ നമ്പർ നമ്മൾ ഇൻപുട്ട് എടുത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ കൗണ്ടിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്തു. ഇനി ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് എന്താ സിനാറിയോ, കൗണ്ടിൻ്റെ വാല്യൂ 1 മാറിയിട്ട് 2i. ഓക്കെ, എന്നിട്ട് കൗണ്ട് ഇസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു n ആണോ? ആണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് 4ലോട്ട് പോകും. ഇവിടെ എന്തിട്ട് പിന്നെ എന്താ കൗണ്ട് എത്ര 2, അന്നേരം സെക്കൻഡ് നമ്പർ എടുക്കും, അതിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് സമ്മിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സം എന്ന് പറയുന്നത് ഇനിഷ്യലി 0, ഇവിടെ ഇനിഷ്യലി 0 ആണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്പർ എടുത്തു, സേ എൻ്റെ നമ്പറിൻ്റെ സീക്വൻസ് ഇങ്ങനെയാണ് 10 5 40 30 25 3, ഇത്രയും നമ്പർ. ഓക്കെ, 5 നമ്പർ ആയില്ലേ. ഓക്കെ, ഇത്രയും നമ്പറാണ് ഞാൻ ഇൻപുട്ട് എടുത്തേക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ എങ്ങനെ വരും, ഇവിടെ നമ്മൾ ആദ്യം 10 ഇൻപുട്ട് എടുത്തു, അപ്പോൾ ഇവിടെ എന്താ
ഐയിൽ 10 വന്നു, അപ്പോൾ 0 മാറിയിട്ട് 10 ആയി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? കൗണ്ടിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. കൗണ്ടിൻ്റെ വാല്യൂ എത്രയായി? 2 ആയി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? കൗണ്ട് 2 <= 5 ആണോ നോക്കി. അപ്പോൾ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 4 പോയി സെക്കൻഡ് നമ്പർ ഇൻപുട്ട് എടുത്തു, ഐയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഐയിൽ സെക്കൻഡ് വരുന്ന ഏതാ? 5. ഓക്കെ, 5നെ നമ്മൾ എന്ത് ചെയ്യണം? സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ സം എന്താവും? 10 + 5 ആവും, = 15 ആയി. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ഇതേപോലെ എല്ലാ നമ്പറും എവിടെ വരെ നമ്മൾ എന്നിട്ട് കൗണ്ട് എന്താ ആഡ് ചെയ്തു? കൗണ്ടിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തു, 3 ആയി. അടുത്ത ചെക്ക് ചെയ്യുമ്പോൾ 3 <= 5 ആണോ? ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 4 പോകും. ഇവിടെ വന്നു, ഇൻപുട്ട് എടുത്തു, അടുത്ത നമ്പർ ഇൻപുട്ട് എടുത്തു. അപ്പോൾ 15 + 40 ആയി. അത്രയാ? 4 × 5 55. ഓക്കെ, 55 ആയി. എന്നിട്ട് 55 വന്നു. 55ൻ്റെ കൂടെ നമ്മൾ പിന്നെയും ആ ഫ്ലോ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഐയിൽ സം വരും, സമ്മിൻ്റെ കൂടെ ഐ ആഡ് ചെയ്യും. അപ്പോൾ 55 + 25 വരും. 55 + 25 എത്രയാ? 80 അല്ലേ? ഓക്കെ, 80. ഇനി 80 കഴിഞ്ഞിട്ട് കൗണ്ട് ആഡ് ചെയ്തു. 4 ആയി. അല്ല 40 ആഡ് ചെയ്തപ്പോൾ കൗണ്ട് 4 ആയി. 40 കഴിഞ്ഞ് 25 ആഡ് ചെയ്തപ്പോൾ കൗണ്ട് 5 ആയി. ഓക്കെ, ആ ഫ്ലോ കിട്ടിയ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്പർ എടുത്തിട്ട് സമ്മിലോട്ട് ആഡ് ചെയ്തു, കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു, അന്നേരം കൗണ്ട് 1 ൽ 2 ആയി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് നമ്പർ 5 എടുത്തു. 5 എടുത്തിട്ട് നമ്മൾ സമ്മിലോട്ട് ആഡ് ചെയ്തു, പിന്നെ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു, കൗണ്ട് 3 ആയി. ഇനി 40 എടുത്തു, 40 സമ്മിലോട്ട് ആഡ് ചെയ്തു, എന്നിട്ട് കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, അന്നേരം കൗണ്ട് 4 ആയി. ഇനി നമ്മൾ 25 എടുത്ു, 25 ആഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, കൗണ്ട് 5 ആയി. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ നോക്കുക. 5 <= 5. അത് ട്രൂ അല്ലേ? അതായത് 5 <= ട്രൂ, അത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 4 പോകും. സ്റ്റെപ്പ് 4 പോകും. എന്നിട്ട് പിന്നെയും ലാസ്റ്റ് നമ്പർ 3 എടുത്തു. 3 എടുത്ത് സമ്മിലോട്ട് ആഡ് ചെയ്തു. അതായത് 80 + 3 = 83. ഓക്കെ, 83 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? കൗണ്ടിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. കൗണ്ട് എത്രയായി? 6 ആയി. കൗണ്ട് 6 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ഫോൾസാണ്. ഇനി എന്ത് ചെയ്യണം? അന്നേരം ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. അതായത് സ്റ്റെപ്പ് 4 ഇനി പോകണ്ട. അതായത് നമ്മൾ എത്ര പ്രാവശ്യം പോകണമെന്ന് പറഞ്ഞോ അത്രയും പ്രാവശ്യം പോയി. ഇനി ഈ കണ്ടീഷൻ ഫോൾസായി, അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് പോകണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഇതിൻ്റെ താഴെ കൊടുക്കണം. എന്താ? ഡിസ്പ്ലേ സമ്മ് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഫൈൻ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് സമ്മ് ഡിസ്പ്ലേ ചെയ്താൽ എന്താ ചെയ്യണ്ടേ? സ്റ്റോപ്പ്. സിമ്പിൾ, ഇത്രയല്ലേ ഉള്ളൂ. ഹാപ്പി. ഓക്കെ, ഇത്രയൊക്കെ അല്ലേ? ഇനി എനിക്ക് ആവറേജ് ഓഫ് n നമ്പേഴ്സ്, അതായത് യൂസർ എത്ര നമ്പറാണോ പറയുന്നത് അത്രയും നമ്പറിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. AVG ഓഫ് n numbers.th. ഓക്കെ, ഫൈൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇൻപുട്ട് നമ്പർ ഓഫ് നമ്പേഴ്സ് ടു n. നമ്പർ ഓഫ് നമ്പേഴ്സ് ടു n. ഓക്കെ, ഫൈൻ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താ? നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. എന്ത് ഇനിഷ്യലൈസ് ചെയ്യണം? ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം സം വേണം. ഓക്കെ, അപ്പോൾ സം എന്ത് ചെയ്യണം? ഇനിഷ്യലൈസ് സം = 0. പിന്നെ നമുക്ക് കൗണ്ട് ചെയ്യണം, അപ് ടു n കൗണ്ട് ചെയ്യണം. അപ്പോൾ കൗണ്ട് = 1. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇൻപുട്ട് നമ്പർ ഓഫ് കൗണ്ട് ടു i. ഇനി എന്താ ഫിഫ്ത്ത് സ്റ്റെപ്പ്? നമുക്ക് നമ്പർ ഇൻപുട്ട് ചെയ്തു, ഇനി നമുക്ക് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ സം ആഡ് i ടു സം. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? നമുക്ക് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പോലെ ആഡ് 1 ടു കൗണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അതായത് നമ്മൾ സമ്മ് 0 ഇനിഷ്യലൈസ് ചെയ്തു, കൗണ്ട് 1 ഇനിഷ്യലൈസ് ചെയ്തു, ith നമ്പർ ഇൻപുട്ട് ചെയ്തു, അല്ലെങ്കിൽ കൗണ്ട് നമ്പർ ഇൻപുട്ട് ചെയ്തു, എന്നിട്ട് ആ നമ്പർ സമ്മിൽ ആഡ് ചെയ്തു, കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ച് എങ്ങോട്ട് വേണം? സ്റ്റെപ്പിലോട്ട് വേണം. എപ്പോൾ വരെ? കൗണ്ട് <= n ആവുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഇഫ് കൗണ്ട് <= n go to സ്റ്റെപ്പ് 4. ഓക്കെ, ഇപ്പോൾ നമ്മുടെ
ഇത്രയും സംഭവം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കാണും? ഇപ്പോൾ n5 ആണെന്നുണ്ടെങ്കിൽ 5 ഈ പറഞ്ഞ 5 നമ്പറിൻ്റെ സമ്മ് നമ്മുടെ സമ്മിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ സമ്മിൻ്റെ അകത്ത് ഫൈനലായിട്ട് കാണും. ആവറേജ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? അത് പല രീതിയിൽ കണ്ടുപിടിക്കാം. മീൻ, മീഡിയൻ, മോഡ്. ഓക്കെ, നമ്മളിപ്പോൾ മീനാണ് കണ്ടുപിടിക്കണേ. ജനറൽ ഫോം ഓഫ് ആവറേജിങ് എന്ന് പറയുന്നത് മീനാണല്ലോ. മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്, ഇതല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ നമ്പേഴ്സ് 10, 20, 30, 40, 50 എത്രയാണെന്ന് വെച്ചേ. അപ്പോൾ എനിക്ക് 10, 20, 30, 40, 50യുടെ സം എത്രയാണ്? 5, 4, 9, 9, 3 എത്രയാണ്? 12, 12, 2, 14, 1, 15, 150. ഓക്കെ, 150. ഇനി ഇതിൻ്റെ സം, അതായത് ഇത്രയും നമ്പറിൻ്റെ സം എന്ന് പറഞ്ഞാൽ 150 എൻ്റെ കയ്യിലുണ്ട്. എവിടെ വരുമ്പോൾ ഇത്രയും സംഭവം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പറഞ്ഞ 150 എന്ന വാല്യൂ എൻ്റെ കയ്യിലുണ്ട്. ഇനി ഇതിൻ്റെ ആവറേജ് എത്രയാണ്? ഇത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അപ്പോൾ 150/5 അല്ലേ എൻ്റെ ആവറേജ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഡിവൈഡ് സം വിത്ത് n ആൻഡ് സ്റ്റോർ ടു ABG. ഓക്കെ, അതായത് 150/5 എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 30. ഓക്കെ, 30 കിട്ടും. ഓക്കെ, ഫൈൻ. അപ്പോൾ എനിക്കിവിടെ ഇതിൻ്റെ ആവറേജ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എത്ര ആയിരിക്കും? 30. അപ്പോൾ അതായത് എനിക്ക് ഈ സെയിം ഡേറ്റയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഈ AVGയിൽ 30 ആയിരിക്കും സ്റ്റോർ ചെയ്യണേ. അപ്പോൾ എന്ത് ചെയ്യും? പ്രിൻ്റ് ആവറേജ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്റ്റോപ്പ്. സിമ്പിൾ. സോ ഇത്രയും സാധനങ്ങൾ ഞാൻ ഒരു GitHub റെപ്പോ ഉണ്ടാക്കി അതിൽ പുഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ചെക്ക് ദ ലിങ്ക് ഓവർ. സോ ഇപ്പോൾ ഇന്ന് ചെയ്ത ഈ 4 സാധനങ്ങളും അവിടെ കാണും. പിന്നെ ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണുക. പിന്നെയും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അപ്പോൾ ഞാൻ കമൻസ് എല്ലാം നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും സിവിയർ ഇഷ്യൂസ് അല്ലെങ്കിൽ എനിക്ക് മിസ്സായിപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതേപോലെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.